കണക്കിരിക്കുന്നു. എണ്ണം കിട്ടിയണ്ടല്ലോ. പള്ളിന്ന് വെളി ഇറങ്ങാറുണ്ടാ പോലെ. നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു കടയിൽ കയറിയിട്ട് ഒരു കുപ്പി വെള്ളവും ഒരു 3 ഐസ്ക്രീം മേടിച്ച് 10 രൂപ MRP ആണ് കണ്ട് അങ്ങനെ മേടിച്ച്. പക്ഷെ അവർ ഒരു ഐസ്ക്രീമിന് 15 രൂപ വെച്ച് വില മേടിച്ച്. കാരണമൊന്നും അറിയത്തില്ല, തോന്നിവാസം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചത് എന്താണ് ഇങ്ങനെ വില കാണാം. അപ്പോൾ അത് മാലിക് അങ്ങനെ വിൽക്കാനാണ് പറഞ്ഞതെന്നാണ്, മുതലാളി അങ്ങനെ വിൽക്കാനാണ് പറഞ്ഞതെന്നാണ് ഇവിടെ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു വിശദീകരണം. എല്ലായിടത്തും ഉണ്ടോ? ഞാൻ സോഡ കണ്ടിട്ടുണ്ട്. 20 രൂപയുടെ സോഡയ്ക്ക് 25 രൂപയാണ്. അമ്മ എന്താണ് ഇങ്ങനെ 5 രൂപ കൂടുതൽ വെച്ച് 20 രൂപയുടെ തംസപ്പിന് 25 രൂപ. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തണുപ്പിച്ചെന്ന് പറയും. അപ്പൊ ഈ MRP ഒക്കെ എന്താണ് ഇതിങ്ങനെ അടിച്ചു വെച്ചേക്കുന്നത് അല്ലേ? ഇവിടെ MRP ഒക്കെ വെറുതെ പേര് മാത്രമേ ഉള്ളൂ. MRP തോന്നുന്ന കണക്ക് അമ്മക്ക് തോന്നുന്നത് തന്നെ ഇവിടെ വില. സമയം 1:50 നമ്മൾ ജാർഖണ്ഡിലുള്ള ജംഷഡ്പൂരിലെത്തി. പാപം കഴിക്കാനായിട്ട് നമ്മൾ വണ്ടി ഒതുക്കി ചെറിയൊരു കടയിൽ കയറി. ചോറ്, പരിപ്പ്, അച്ചാർ, മുളക്, ഉള്ളി, ഉപ്പ് ഇതൊക്കെയാണ് ഇന്നത്തെ ഊണിനോടൊപ്പം നമുക്ക് കിട്ടിയത്. എന്തൊക്കെയായാലും ബീഹാറിൽ കിട്ടിയ ഫുഡിനെ കാട്ടി ഭേദം. ഫുഡെല്ലാം കഴിച്ച് പുറത്തിറങ്ങി. ഇനി നമ്മൾ 2 സുഹൃത്തുക്കളെ കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ ടാറ്റ സ്റ്റീൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 2 മലയാളി സുഹൃത്തുക്കൾ, ഭാഗ്യനാഥ് ചേട്ടനും അമലും. നമ്മുടെ യാത്രാ വീഡിയോകൾ കണ്ടിട്ട് ഫേസ്ബുക്ക് വഴി നമ്മൾ പരിചയപ്പെട്ടതാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ജംഷഡ്പൂർ വഴിയാണെന്ന് അറിഞ്ഞിട്ട് നമ്മളെ കാണാനായിട്ട് 20 കിലോമീറ്റർ അകലിൽ നിന്നാണ് കണ്ണൂർ സ്വദേശിയായ ഭാഗ്യനാഥ് ചേട്ടൻ നമ്മളെ കാണാനായിട്ട് എത്തിയത്. മറുനാട്ടിൽ വെച്ച് പ്രത്യേകിച്ച് ഒരു മലയാളിയെ കണ്ടുമുട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ജംഷഡ്പൂരിൽ വെച്ചാണ് നമ്മൾ ഭാഗ്യനാഥ് ചേട്ടനെയും അമൽ എന്ന് പറയുന്ന സുഹൃത്തിനെയും കണ്ടത്. അപ്പോൾ അവര് ഇവിടെയാണ് താമസം. അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഈ ഭാഗത്തെത്തുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു, സംസാരിച്ചു. ഏകദേശം 20 കിലോമീറ്ററോളം അവര് മെയിൻ ഹൈവേന്ന് ദൂരെയാണ് താമസിക്കുന്നത്. ഇവിടെ തന്നെയായിരുന്നു കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നതെന്നാണ് പറഞ്ഞത്. ടാറ്റ സ്റ്റീലിൽ വർക്ക് ചെയ്യാണ്. അപ്പോ നമ്മളെ കാണാൻ വന്ന് വളരെ സന്തോഷം അല്ലേ? ആദ്യമായിട്ടാണ് ഒരു അനുഭവം. പിന്നെ ഈ മഴ സമയത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മളെ ബൈക്കിലാണ് കാണാൻ വന്നത് അല്ലേ? അപ്പൊ ആദ്യത്തെ ഒരു അനുഭവമാണ്. നമ്മളെ കാണാൻ പാതി വഴിയിൽ വെച്ച് നമ്മളെ കാണാൻ വേണ്ടി വന്ന 2 സുഹൃത്തുക്കൾക്ക് ഒരുപാട് നന്ദി. ഇതല്ലാതെ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണല്ലേ? ഒരു മാസമായി നമ്മള് പരിചയപ്പെട്ടിട്ട് യാത്ര തുടങ്ങിയിട്ടും ഇന്നത്തെ ദിവസം 1 മാസമായി. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു യാത്ര, ഒരുമിച്ചുള്ള ഒരു എന്തെങ്കിലും ഒരു അഭിപ്രായം കമന്റ് പറയാനുണ്ടോ? സാധാരണ തന്നെയല്ലേ പോകുന്നത്? അതെ. അല്ല, നിനക്ക് 2-3 പിടിച്ചിട്ട് പോകും. അതല്ല, തന്നെ പോകുമ്പോ അതിനായിട്ടുള്ള ഒരു മടുപ്പുണ്ടല്ലോ, ആരോട് സംസാരിക്കാതൊക്കെ ഇരുന്ന് പോകുമ്പോ. അതെ അതെ, അത് ശരി. ഉറപ്പായിട്ടും ഇത്രയും കിലോമീറ്റർ യാത്രയാവാം. ഇപ്രാവശ്യം ആ മടുപ്പിലാണ്.